നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SSCRTയുടെ സോഷ്യൽ സയൻസിന്റെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ചാപ്റ്ററിൽ 2ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാരണം ആ ലെസൺ വലിയൊരു ലെസൺ ആണ്, അതുകൊണ്ട് ഒറ്റ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 3 ക്ലാസ് ആയിട്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1ാമത്തെ ക്ലാസ് ഈ ലെസന്റെ കഴിഞ്ഞു, ഇത് 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. കാണാത്തവർ ആ ക്ലാസ്സുകൾ പോയിട്ട് പ്രയോജനപ്പെടുത്തണം. എങ്കിലേ അത് നമുക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ സയൻസിന്റെ 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒപ്പം വന്നു കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴേക്കും കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മാർക്കുകളൊക്കെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. കാരണം ആ ടോപ്പിക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് ബാലൻസിലേക്ക് കടക്കാം. ഇവിടെ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ചിപ്കോ പ്രസ്ഥാനം നോക്കാം. സവിശേഷതകൾ നോക്കിക്കോ. അടുത്ത എക്സാമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഇടാൻ അവർക്ക് എളുപ്പമുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം പരിസ്ഥിതി എന്ന ടോപ്പിക് എപ്പോഴും PSC ഇടും. അപ്പൊ ശ്രദ്ധിക്കണം. ചിപ്കോ പ്രസ്ഥാനം ഓർക്കുമ്പോൾ ആരാണ് ഓർക്കേണ്ടത്? സുന്ദർലാൽ ബഹുഗുണയാണ് കേട്ടോ. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. ഓക്കെ, ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായം അല്ലെ, ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു കാർഷിക വിഭാഗത്തിൽ നിന്നും എന്ത് ചെയ്യുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം, സമ്മതിക്കോ? ഇല്ല അല്ലെ. അങ്ങനെ വ്യവസായങ്ങൾക്കായിട്ട് വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്ക് മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിലകൊണ്ടു. അല്ലെ, അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെ, അവർക്കായിരിക്കണം ആ വനവിഭവങ്ങൾ കൊണ്ടുള്ള ഉപയോഗം എന്ന് ഒരു നിലപാടെടുത്തു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന ഒരു സമര രീതിയായിരുന്നു ഇവരുടേത്. വൃക്ഷങ്ങളെ ഒരു ആലിംഗനം ചെയ്യുന്ന സമര രീതിയിലാണ് ചിപ്കോ മൂവ്മെന്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെ രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. അപ്പൊ നർമ്മദ നദിയില് ഒരു സർദാർ സരോവർ പദ്ധതിയിൽ ഒരു അണക്കെട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഡാമിന് അല്ലെ, സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ട് രൂപപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായിട്ട് നിലകൊണ്ടു. ഇതൊക്കെ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ എന്താണ്, പോസിറ്റീവ് വശങ്ങളാണ് അല്ലെ. അപ്പോ ചിപ്കോ മൂവ്മെന്റ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. അടുത്തത് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. എവിടെ താലൂക്കിൽ ഏതാണ്? മണ്ണാർക്കാട് താലൂക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടും. മണ്ണാർക്കാട് താലൂക്ക് അടക്കം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് എപ്പോഴാണ് സൈലന്റ് വാലി രൂപം കൊണ്ടത്? 1984 അല്ലെ, 84 നോക്കാം. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായിട്ടുള്ള പ്രസ്ഥാനമാണ്. മഴക്കാടും ജൈവ വൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായിട്ട് നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അതായത് സൈലന്റ് വാലിയില് ഒരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എതിർപ്പിനെ തുടർന്നിട്ട് അത് ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി പിന്നീട് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ളുടെയും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും പാരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളുടെ പ്രഖ്യാപനങ്ങളും ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് കൊണ്ടുവന്നതാണ് 2002 ജൈവ വൈവിധ്യ നിയമം. വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജൈവ വൈവിധ്യ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2002. നെക്സ്റ്റ് വൺ 2006 പട്ടികവർഗക്കാരുടെയും മറ്റു പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമമാണ് 2006. നെക്സ്റ്റ് വൺ 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ
ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. പഠിക്കണം. 2002 ചിലപ്പോൾ എന്റെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായില്ല, നല്ല കോൾഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. 2002 ജൈവ വൈവിധ്യ നിയമം, 2006 പട്ടികവർഗക്കാരുടെയും മറ്റു പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം, 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. ഇനി അങ്ങനെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞു. അടുത്തത് ഏതാ വന്ന കർഷക പ്രസ്ഥാനങ്ങൾ വരികയാണ് കേട്ടോ. പെസന്റ് മൂവ്മെന്റ്സ് നോക്കാം. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. നമുക്കറിയാം 1980 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിന്റെ നടുക്കളത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 1990ന്റെ കാലഘട്ടങ്ങളിലെല്ലാം, ഇപ്പൊ 80കളുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അല്ലെ. ഉദാരവൽക്കരണം അല്ലെ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ BKU ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. അപ്പൊ 1980ന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഉദാരവൽക്കരണ നടപടികൾ കൊണ്ടുവന്നു. ആ ഉദാരവൽക്കരണ നടപടികളുടെ ഭാഗമായിട്ട് വളരെയധികം ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയെയും ഉൽപാദനത്തെയും ഒക്കെ ഗുരുതരമായി ബാധിച്ചു. അപ്പൊ അതിനെതിരെ കൊണ്ടുവന്ന ഒരു സംഘടനയെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ടതാണ് കേട്ടോ. എവിടെയാണ്? ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. അങ്ങനെ മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റൈത സംഘം തുടങ്ങിയവ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളുണ്ടായ കർഷക മുന്നേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ വിവിധ കർഷക മുന്നേറ്റങ്ങൾക്ക് ഉദാഹരണം ഒന്ന് യുപിയിൽ വന്നിട്ട് BKU ഭാരതീയ കിസാൻ യൂണിയൻ. പിന്നെ എവിടെയാണ് പറഞ്ഞത്? മഹാരാഷ്ട്രയിൽ ഏതാണ് പറഞ്ഞത്? ഷേത്കാരി സംഘടന. അടുത്തത് കർണാടകയിൽ എവിടെയാണ്? എന്താ പറഞ്ഞ? കർണാടകയിലെ റൈത സംഘം ട്ടോ. കർഷക മുന്നേറ്റങ്ങളാണ്. 2020-21 കാലഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. എപ്പോഴാണ്? 2020-21 കാലഘട്ടത്തിലെ സമരത്തെ തുടർന്ന് കർഷക ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. ഇനി അടുത്തത് വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടാലേ ഇതിനൊരു തുടർച്ചയുണ്ടാവുള്ളൂ കേട്ടോ. വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം നോക്കിയേ. വിവരാവകാശത്തിനായിട്ടുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും വിജയത്തിനും ഉദാഹരണമാണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശത്തിന് തുടക്കം കുറിച്ചത് 1990 മറക്കരുതേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജസ്ഥാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. നാളത്തെ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഏത് ഭാഗത്ത് ഏത് പ്രദേശത്ത് വെച്ചിട്ടായിരുന്നു പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്നാണ് കേട്ടോ. രാജസ്ഥാനിലെ ഭീം തഹസിൽ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്തോടെയായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ വിവരാവകാശത്തിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? അല്ല. അപ്പോൾ അതായത് അവിടെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടായിരുന്നു, ഡിസ്പെൻസറികൾ വന്നിട്ടായിരുന്നു, ചെറിയ ഡാമുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നടന്ന പൈസ, അവിടെ എത്ര പൈസ ചെലവായി എന്നുള്ള ഒരു കണക്കൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതറിയണം, അത് ജനങ്ങൾക്ക് അറിഞ്ഞേ തീരും. അങ്ങനെ ആ പൊതുപണം, ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ആ പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്തിലൂടെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്?
വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇത് MKSSന്റെ, അതായത് MKSS പറയുമ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ്. എവിടെയാണ്? ഡൽഹി. നാട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായിട്ടുള്ള ദേശീയ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെയാണോ? കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം അല്ലെ, പിന്നെ എന്താണ്? കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസില്, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായിട്ടുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ MKSS ആണ് സ്റ്റാർട്ടിങ്ങില്, തുടക്കം കുറിച്ചത് MKSS ആണ്. പക്ഷെ അവരുടെ കൂടെ തന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ആൻഡ് പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി. ഈ 3 പേരും എന്തുണ്ടായിരുന്നു? 3 സംഘടനകൾ ഈ വിവരാവകാശ നിയമത്തിനായിട്ടുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ 90 തുടക്കം കുറിച്ചു, 2005 നിലവിൽ വന്നു. ഇനി എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നോക്കാം. 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം നിലവിൽ വരികയും ചെയ്തു. പാസാക്കിയത് 2005, നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരന്മാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത്. ഇത് പ്രകാരം വിവരങ്ങൾ 30 ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിവരാവകാശ നിയമപ്രകാരം അറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കണം? 30 ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട്. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യമാണെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാധാരണ നോർമലി 30 ദിവസം, അല്ലാതെ എന്തെങ്കിലും ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? വിവരം ലഭിച്ചിരിക്കണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. ഓക്കെ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, CIO അല്ലെ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സ്ഥാപനത്തിലും. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന്റെ മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇതിലും എന്തുണ്ട്? അപ്പീല് പരിഗണിക്കാറുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച ആധികാരികമായ വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ വിവരാവകാശ നിയമങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ്? ജനാധിപത്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണം, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനും ഒക്കെ എന്താണ് ഈ വിവരാവകാശ നിയമം സഹായിക്കുന്നു. അടുത്ത നോക്കൂ, പ്രാദേശിക പ്രസ്ഥാനങ്ങൾ പിന്നെ വന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം, ജീവിത രീതി, മതം, വംശം തുടങ്ങിയവയെല്ലാം എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഉടലെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം എന്നും പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനം എന്നും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെയും തരംതിരിക്കാം. അങ്ങനെയുള്ള ചില പ്രസ്ഥാനങ്ങൾ നോക്കാം. ഒന്ന്, ദ്രാവിഡ പ്രസ്ഥാനം. പ്രാദേശികമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം, അതായത് ഇപ്പൊ നമ്മൾ പറയാറില്ലേ, മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി കേരള ഭാഷ അല്ലെ, തെലുങ്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തെലങ്കാന, അങ്ങനെ നമുക്കറിയാം. അങ്ങനെ ഓരോന്നിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണവും തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ദ്രാവിഡ പ്രസ്ഥാനം ആരംഭിച്ചത്. ദ്രാവിഡ സംസ്കാരത്തിന് മേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുക. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? ദ്രാവിഡ പ്രസ്ഥാനം ഉടലെടുക്കാൻ കാരണം എന്താണ്? ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മേധാവിത്വം നേടുന്നത് ചെറുക്കുക എന്നതും. ഏതിനുമേൽ? ദ്രാവിഡ സംസ്കാരത്തിന് മേൽ ഏതിന്റെ സംസ്കാരം വരികയാണ്? ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മേധാവിത്വം വരികയാണ്. അപ്പൊ അത് വേണ്ട. അത് ആ ഒരു പ്രസ്ഥാനത്തിന്റെ, അതായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ
പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഓക്കെ, ഈ രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അപ്പൊ ദ്രാവിഡ പ്രസ്ഥാനം തമിഴ്നാട്ടിലാണ് അതിന് രൂപം കൊടുത്തത് രാമസ്വാമി നായ്ക്കർ. ഓക്കെ, ഇവിടെ രാമസ്വാമി നായ്ക്കരാണ്. രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. അപ്പൊ ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് രാമസ്വാമി നായ്ക്കർ. ദ്രാവിഡ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതും രാമസ്വാമി നായ്ക്കരാണ്. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി DMK ആയിട്ട് മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. കണ്ടോ, രാമസ്വാമി നായ്ക്കര് ദ്രാവിഡ പ്രസ്ഥാനത്തിന് പ്രാദേശിക തലങ്ങളിൽ നേതൃത്വം കൊടുത്തുവെങ്കിലും അത് പിന്നീട് വളർന്ന് വന്ന് എന്തായി, നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് DMK എന്ന പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിലേക്ക് എത്തിച്ചു. 1967 ഈ പാർട്ടി അധികാരത്തിലെത്തുകയും പിന്നീട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്. അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ഏതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്? വംശീയ, ഭാഷ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടാണ് കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനമാണ് അസം പ്രസ്ഥാനം. എന്താണ് അസം പ്രസ്ഥാനം? കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 1985 വരെ അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനം. ഏതാണ് വർഷം? 1979 to 85. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും എന്നൊക്കെയാണ് ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ അസം പ്രസ്ഥാനം രൂപം കൊണ്ടത് 1979-85 കാലഘട്ടത്തിലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബംഗ്ലാദേശികളുടെ അതായത് അസമിലേക്ക് ബംഗ്ലാദേശ് കുടിയേറ്റം നടക്കുകയാണ്. അങ്ങനെ നടന്നാൽ എന്ത് ചെയ്യും? ബംഗ്ലാദേശിലെ ജനങ്ങൾ മുഴുവൻ അസമിലെത്തും. അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്കൊന്നും തൊഴിൽ കിട്ടില്ല. അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്താകും? അപകടാവസ്ഥയിലാകും. അപ്പൊ അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് കുടിയേറണ്ട എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അസം പ്രസ്ഥാനം നിലവിൽ വന്നത്. അങ്ങനെ അവരുടെ ആശങ്ക ഉന്നയിച്ച ശേഷം 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ അവകാശപ്പെട്ടു. പക്ഷെ 1951 ശേഷം എന്തെഴുതിയിട്ടായിരുന്നു? 79-85 അസം പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് എങ്കിൽ 1951 ആയപ്പോൾ തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പൊ അവരെയും എന്ത് ചെയ്യണം? പുറത്താക്കണം എന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായ ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരം വഴിയൊരുക്കി കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുമായി 1985 കേട്ടോ 1985 ഒരു കരാർ ഒപ്പുവെച്ചു. തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലുകളും പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സഹായിച്ചു. ഇനി സ്വയംഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഇവ. പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയംഭരണ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെ താഴെ കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ രൂപം കൊണ്ട ചില പ്രാദേശിക പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, ജാർഖണ്ഡ് പ്രസ്ഥാനം, തെലങ്കാന പ്രസ്ഥാനം. ഗൂർഖാലാൻഡ് പ്രസ്ഥാനം ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആണ് നേതൃത്വം കൊടുത്തത്. അതിനുള്ള കാരണങ്ങൾ പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക. അപ്പൊ ഗൂർഖാലാൻഡ് മൂവ്മെന്റ് വരാൻ കാരണം എന്താണ്? പശ്ചിമ ബംഗാളില് എന്താണ്? നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗമുണ്ട്. ആ ഗൂർഖ വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക സംസ്ഥാനം കൊടുക്കുക. പരിഹാരം എന്തായിരുന്നു? 1988 സ്വയംഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 1988 സ്വയംഭരണ അധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകിയത്. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗോഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ
ജാർഖണ്ഡ് പ്രസ്ഥാനം വന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് അതിന്റെ നേതൃത്വം കൊടുത്ത സംഘടന. ജാർഖണ്ഡ് പ്രസ്ഥാനത്തിന്റെ രൂപം കൊണ്ടാക്കാൻ കാരണം ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് മേഖലയെ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക അല്ലെ. അതായത് ഈ ജാർഖണ്ഡ് പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണം ബീഹാറിൽ നിന്നും എന്ത് ചെയ്യണം, ജാർഖണ്ഡിനെ വിഭജിക്കണം, എന്നിട്ട് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക. 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു കേട്ടോ. ഇതിന്റെ ഫലമായിട്ട് പിന്നീട് തെലങ്കാന പ്രസ്ഥാനം വരികയാണ്. തെലങ്കാന രാഷ്ട്ര സമിതിയാണ് നേതൃത്വം കൊടുത്തത്. അതിനുള്ള കാര്യങ്ങൾ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുക. ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇവിടെ ചോദ്യം വരിക ഇതെങ്ങനെയൊക്കെ ആയിരിക്കും വരിക, ബീഹാറിൽ നിന്നും ഏതിനെ വിഭജിക്കാൻ സംസ്ഥാനം രൂപീകരിക്കാനാണ് ജാർഖണ്ഡ് പ്രസ്ഥാനം രൂപം അല്ലെ ചോദിക്കാം. അപ്പോ ജാർഖണ്ഡ് പ്രസ്ഥാനം ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ജാർഖണ്ഡിനെ വിഭജിക്കണം എന്ന് പറഞ്ഞതാണ് ചോദിക്കാം, ബീഹാറാണ്. അതുപോലെ തെലങ്കാന പ്രസ്ഥാനം പറയുമ്പോൾ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചിട്ട് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കണം എന്നാണ്. അപ്പൊ 2014 തെലങ്കാന സംസ്ഥാനവും ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ചിട്ട് രൂപീകരിച്ചു കേട്ടോ. 2000 ജാർഖണ്ഡിനെയും രൂപീകരിച്ചു പ്രത്യേക സംസ്ഥാനമായിട്ട്. 2014 ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയെ വിഭജിച്ച് തെലങ്കാന സംസ്ഥാനവും രൂപീകരിച്ചു. ഇനി വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് ഈ ഗണത്തിൽ പെടുന്നത്. പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അപ്പൊ വിഘടന പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട സ്റ്റേറ്റ്സ് പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, മിസോറാം, നാഗാലാൻഡ്. ഇനി അടുത്തത് ഖാലിസ്ഥാൻ പ്രസ്ഥാനം നോക്കാം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി. ആർക്കാണ്? സിഖ് ജനതയ്ക്കാണ്. ഏതും പ്രസ്ഥാനമാണ്? ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. അപ്പൊ ഖാലിസ്ഥാൻ പ്രസ്ഥാനം എവിടെയാണ്? പഞ്ചാബ്. ദ്രാവിഡ പ്രസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ, പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് സായുധ മാർഗമായിരുന്നു ഇവ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി. പ്രമുഖ സിഖ് ആരാധനാലയമായിരുന്നു അമൃതസറിലെ സുവർണ ക്ഷേത്രം. ആ സുവർണ ക്ഷേത്രത്തെയൊക്കെ ഈ കലാപകാരികൾ എന്ത് ചെയ്തു? അവരുടെ കേന്ദ്രമാക്കി മാറ്റുകയും സുവർണ ക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984 കേട്ടോ. സുവർണക്ഷേത്രവുമായി അമൃതസറിലെ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. അമൃതസറിലെ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ചത്. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നിട്ടാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, പ്രമുഖ സിഖ് ആരാധനാലയമായ, അവിടെ നിന്ന് ശ്രദ്ധിക്കണേ, പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി. ആ സുവർണ ക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 നമ്മുടെ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ 1984 തന്നെയാണ് നമ്മൾ നേരത്തെ പറയില്ലേ സൈലന്റ് വാലി നിലവിൽ വന്നത് 1984 എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ 1985 അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. ഉദ്ഘാടനം ചെയ്യുന്നത് അല്ല, 1984 ഉദ്ഘാടനം ചെയ്തു. നിലവിൽ വന്നത് ഒരു കൺഫ്യൂഷൻ. 84 ഇന്ദിരാഗാന്ധിയും അതേപോലെ 85 രാജീവ് ഗാന്ധിയുമായിരുന്നു. ഓക്കെ, നിലവിൽ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി, 85 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. അങ്ങനെയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. സൈലന്റ് വാലിയുടെ കാര്യമാണ്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അപ്പോൾ ഇന്ദിരാഗാന്ധി വധം 2 സിഖ് അംഗരക്ഷകരാലാണ് എന്ത് ചെയ്യുന്നത്? വധിക്കപ്പെടുന്നത് കേട്ടോ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 2 സിഖ് അംഗരക്ഷകരുണ്ടായിരുന്നു, അവരാലാണ് വധിക്കപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്വാളും ചേർന്ന് 85 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചു. അപ്പൊ പഞ്ചാബ് കരാറ് നടന്ന വർഷം 1985 രാജീവ് ഗാന്ധി അല്ലെ. രാജീവ് ഗാന്ധി ആൻഡ് സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്വാൾ ട്ടോ
തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളുടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായി അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധിച്ചു. ഇനി ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനം. പഞ്ചാബ് കഴിഞ്ഞു അല്ലെ, ഓരോരോ ഭാഗങ്ങളിലുള്ള വിഘടന പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു വന്നു. ഇനി ജമ്മു കാശ്മീരിലെ വിഘടന പ്രസ്ഥാനം നോക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം 370 പ്രകാരം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 370 പ്രകാരമാണ് പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ആദ്യം ജമ്മു ആൻഡ് കാശ്മീർ എന്തായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ, ജമ്മു ആൻഡ് കാശ്മീർ എന്തായിരുന്നു? 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. എന്നാൽ എന്ത് ചെയ്തു? ഇന്നിപ്പോ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറഞ്ഞത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ജമ്മു കാശ്മീർ സംസ്ഥാനമാണോ ഇന്ന്? അല്ല, ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടന പ്രസ്ഥാനങ്ങൾ. അപ്പൊ ജമ്മു കാശ്മീരിനെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ജമ്മു കാശ്മീരിനെ എന്ത് ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേർക്കുക. ഓക്കെ, ഇതായിരുന്നു ഈ ജമ്മു കാശ്മീരിലെ വിഘടന പ്രസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചത്. പക്ഷേ ജമ്മു കാശ്മീരിലെ ഇവർ നടത്തിയ സായുധ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടായി. സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളുടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുകയുണ്ടായി. ജമ്മു കാശ്മീരിന് അനുവദിച്ചിരുന്ന അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ? ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേക പദവി കൊടുത്തത് ആർട്ടിക്കിൾ 370 പ്രകാരമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ 370 എടുത്തു കളിയാണ് പിന്നീട് കേട്ടോ. പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. 2019 ആർട്ടിക്കിൾ 370 കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചു. മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്തു. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ട്, അപ്പൊ ജമ്മു കാശ്മീരിന്റെ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഒമർ അബ്ദുള്ള എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയായിട്ട് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്നപോലെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വടക്ക് കിഴക്കൻ മേഖലകളിൽ ഉണ്ടായിരുന്ന വിഘടന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നോക്കൂ, മിസോ നാഷണൽ ഫ്രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നാഗ നാഷണൽ കൗൺസിൽ. മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് ലാൽ ഡെങ്കെ ആണ് കേട്ടോ. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നേതാവ് ലാൽ ഡെങ്കെയാണ്. ആവശ്യം മിസോ ഗോത്രവർഗക്കാർക്കായിട്ടുള്ള പ്രത്യേക രാജ്യം. 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാനായിട്ട് തീരുമാനിച്ചു 1986. അപ്പൊ മിസോ നാഷണൽ ഫ്രണ്ട് പറയുമ്പോൾ ലാൽ ഡെങ്കെനെ ഓർമ്മ വരും കേട്ടോ. ഇനി നാഗ നാഷണൽ കൗൺസിലില് അംഗാമി, സഫു ആൻഡ് ഫിസോ നേതാക്കൾ. നാഗ നാഷണൽ കൗൺസിലിലെ നേതാക്കൾ ആരൊക്കെയാണ്? അംഗാമി, സഫു, ഫിസോ അല്ലെ. അംഗാമി, സഫു, ഫിസോട്ട മറക്കരുത്. നാഗാപ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. 2015 നാഗ സമാധാന കരാർ ഒപ്പുവെച്ചു. മിസോ നാഷണൽ ഫ്രണ്ട് 1986 സമാധാന കരാർ ഒപ്പുവെച്ചപ്പോൾ നാഗ നാഷണൽ കൗൺസിൽ 2015 കേട്ടോ. അവിടെ 86, ഇവിടെ 2015. ഇനി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റു വെല്ലുവിളികൾ നോക്കാം. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളിയാണ് വർഗീയത. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം തുടങ്ങിയ പ്രവണതകൾ ഇവ ജനതയുടെ സ്വൈര്യ ജീവിതത്തെയും രാഷ്ട്രീയ പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. നോക്കൂ, എന്തൊക്കെയാണ് വർഗീയത എന്ന് പറയുന്നത്? ഏതൊക്കെ രീതിയിലാണ്? കമ്മ്യൂണലിസം, മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹ്യ സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത അല്ലെ. വർഗീയത മുസ്ലിങ്ങളെന്നും സിഖെന്നും ക്രിസ്ത്യനെന്നും അല്ലെ ഓരോരോ ജാതിയിൽ അടിസ്ഥാനത്തിൽ മതം, ഹിന്ദു മതമാണ്, മുസ്ലിം മതമാണ് എന്ന് പറഞ്ഞിട്ട് വർഗീയത സൃഷ്ടിക്കുക. കൊളോണിയൽ ഭരണകാലത്തെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും ഒക്കെ അന്ന് കാലത്ത് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ
കലാപങ്ങളും ജനതയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിയൊരുച്ചു. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം വർഗീയത നല്ലോണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്നു, ഇപ്പോഴും ഉണ്ട് അല്ലേ. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. മതത്തിന്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമാണ് വർഗീയതയെ ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ലെസന്റെ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു പാർട്ടും കൂടി കഴിഞ്ഞാൽ ആ ലെസൺ കഴിഞ്ഞിട്ട് മക്കളെ വലിയ ലെസണാണ് കേട്ടോ. ഒറ്റ ക്ലാസ്സിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ബോറാകും, പറഞ്ഞാൽ ബോറാകും. അപ്പം നമുക്ക് പതുക്കെ സമയമുണ്ട്, എക്സാമിന് സമയം കിട്ടും, സമാധാനത്തിൽ ഒപ്പം പഠിച്ച് വന്നാൽ മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അത്രയും സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 4 ദിവസം 5 ദിവസം ക്ലാസ് ഇല്ലാതിരുന്നിട്ടൊക്കെ ഇപ്പോഴും സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ കാലാവസ്ഥ അറിയാലോ അല്ലേ ഇപ്പോഴത്തെ, അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്യണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ ഈ ലെസന്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്